എം.വി. ജയരാജനെതിരായ വ്യാജ വീഡിയോ പ്രചാരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി LDF. 14 കൊല്ലം മുമ്പ് നടന്ന സംഭവത്തിന്റെ വീഡിയോയിൽ കൃത്രിമമായ അടിക്കുറിപ്പ് ചേർത്താണ് പ്രചരണമെന്നാണ് പരാതി. UDF നേതൃത്വത്തിന്റെ അറിവോടെയാണ് വീഡിയോ നിർമ്മിച്ചത് എന്നാണ് ആരോപണം. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, ഏത് വിഷയത്തിലാണ് ഇപ്പോൾ എം.വി. ജയരാജനെതിരെ പ്രചരണം നടക്കുന്നത്? അതിൽ LDFന്റെ പരാതി എന്താണ്? നികേഷ് കുമാർ, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ ഇരിക്കൂറിൽ നടന്നിട്ടുള്ള, അതായത് 14 വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കൂർ നടന്നിട്ടുള്ള CPM-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി നിലാമുറ്റം പള്ളിയുടെ മുന്നിൽ CPM നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്രോശത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വ്യാജ വീഡിയോ എന്ന രീതിയിൽ, അതായത് ഇപ്പോൾ നടന്ന സംഭവം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എം.വി. ജയരാജൻ്റെ ചിത്രവും അതുപോലെ തന്നെ എം.വി. ജയരാജൻ്റെ ഈ വീഡിയോയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാജ വീഡിയോ അല്ലെ വ്യാജ അടിക്കുറിപ്പോടുകൂടി മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത്. വ്യാജമായി ചിത്രീകരിച്ചതാണ്. ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം. മതസ്പർദ്ധ വളർത്തുന്ന ഒരു നടപടിയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. UDF നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോ നിർമ്മിച്ചതെന്നും അത് പ്രചരിപ്പിച്ചതും എന്നുള്ള ആരോപണം കൂടി ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം 14 വർഷം മുമ്പ് നടന്നതാണ്. ആ നടന്ന വീഡിയോ ഇപ്പോൾ നടന്നതാണ്. അതായത് സ്ഥാനാർത്ഥിയായതിനു ശേഷം എം.വി. ജയരാജൻ നിലാമുറ്റം പള്ളിയിൽ എത്തിയ സമയത്ത് അവിടെ നിന്നും ഈ മത നേതാക്കൾ ജയരാജനോട് ആക്രോശിക്കുന്നതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വീഡിയോ ആണ് എന്ന കാര്യം നമ്മളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ എം.വി. ജയരാജ് അല്ലെങ്കിൽ LDF ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ UDF നേതാക്കൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ആരോപണമാണ് ജയരാജൻ ഉന്നയിക്കുകയും ചെയ്യുന്നത്. നികേഷ്, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.